കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 36-ാമത് വാക്യം. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിയുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിയുള്ളവർ ആകുവിൻ. ഈ വാക്യങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യും. മനസ്സാക്ഷി മരവിച്ചു പോയൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അവനവൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. എൻ്റെ കാര്യം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ കാര്യം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്നുള്ള ചിന്തകളിലേക്ക് ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം വഴിമാറിയിരിക്കുക. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും നമുക്കത് സബ്ജക്റ്റ് അല്ല. അവർ തകരുകയോ ജീവിക്കുകയോ മരിക്കുകയോ താഴ്ച പ്രാപിക്കുകയോ ഉയർച്ച പ്രാപിക്കുകയോ ഒന്നും ചെയ്താൽ നമുക്കത് സബ്ജക്റ്റേ അല്ല. നമ്മുടെ വഴിയിൽ ഒരാൾ വീണു പോയാൽ പോലും എടുക്കാൻ കഴിയാത്തവരാണ് നമ്മളിൽ പലരും, അല്ലേ? അവർ കരുതത്തില്ല, അവരെ സ്നേഹിക്കത്തില്ല. നമ്മുടെ വിഷയം മാത്രം നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്വാർത്ഥത. അത് തിരുവചനം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, അല്ലേ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നതാ. ഇന്ന് നമ്മുടെ ലോകം അല്ലെങ്കിൽ ആത്മിക സമൂഹം ഒപ്പം തന്നെ ജനറലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ സ്വസ്നേഹത്തിലേക്ക് വഴിമാറി. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്നാൽ കർത്താവ് എന്താ നമ്മളെ പഠിപ്പിച്ചത്? കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ പിതാവ് മനസ്സിലുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആയിരിപ്പീൻ. സ്തോത്രം. കർത്താവിനെ പ്രസാദിപ്പിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, കർത്താവിനെ സ്തോത്രം അറിയാനോ കർത്താവിനെ ആരാധിപ്പാനോ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളോട് കർത്താവ് പറഞ്ഞൊരു വചനമാണ്, നിങ്ങൾ മനസ്സലിവുള്ളവർ ആയിരിക്കുക. സ്തോത്രം. ഈ 6-ാം അധ്യായം ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട അനവധി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടത്. എന്താ ഈ മനസ്സലിവെന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? കരുണ കാണിക്കുക, സ്തോത്രം. മറ്റുള്ളവരോട് ദയ കാണിക്കുക. സ്തോത്രം. നമ്മുടെ കാര്യമല്ല. ഒരുവൻ നഷ്ടപ്പെടുമ്പോൾ, ഒരുവൻ തകരുമ്പോൾ, ഒരുവൻ ഉടയപ്പെടുമ്പോൾ, സ്തോത്രം, അവൻ ഉടയപ്പെടുന്നത് കണ്ട് സന്തോഷിക്കാതെ പകരം അവന്റെ വേദനയോട് ചേർന്ന് നിൽക്കാൻ, അവന്റെ കണ്ണുനീരിനോട് ചേർന്ന് നിൽക്കാൻ, ആരെങ്കിലും ഒക്കെ ലിഫ്റ്റപ്പ് ചെയ്യാൻ, ആരെങ്കിലും ഒക്കെ കരം പിടിച്ച് ഉയർത്താനാണ് സ്വർഗം നമ്മളെ എത്തിയിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ നിങ്ങളുടെ പിതാവ്, നമ്മുടെ കർത്താവ് ആരാണ്? അവൻ മനസ്സലിവുള്ളവനാണ്. എന്തുകൊണ്ടാണ് മനസ്സലിവുള്ളവൻ എന്ന് പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ അവൻ കരുണ കാണിച്ചില്ലേ? സ്തോത്രം. നമ്മുടെ ജീവിതത്തോട്, അല്ലെങ്കിൽ നമ്മൾ പാപിയായിരുന്നില്ലേ? നമ്മൾ നഷ്ടപ്പെടാമായിരുന്നില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ശൂന്യതയിലേക്ക് പോകാമായിരുന്നില്ലേ? എന്നാൽ അതിന്റെ നടുവിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ട് ഇന്ന് കാണുന്ന നാമായി മാറിയത് കർത്താവ് നമ്മളോട് കരുണ കാണിച്ചിട്ടല്ലയോ? അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ തക്കവണ്ണം ഇടയായാൽ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേൽ വസിക്കുന്നു എന്നുള്ളത് ലോകം കാണുവാൻ തക്കവണ്ണം ഇടയായി തീരും. പരിശുദ്ധാത്മാവ് അന്യഭാഷിക പ്രവചനമോ വെളിപ്പാടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിനകത്തുണ്ട് എന്നതിന്റെ തെളിവ് നമ്മൾ കാണിക്കുന്ന മനസ്സലിവാണ്. സ്തോത്രം. ആ മനസ്സലിവിന്റെ ആത്മാവ്, അല്ലെങ്കിൽ കർത്താവിന്റെ മേൽ പകർന്ന്, അല്ലെങ്കിൽ പിതാവും ദൈവത്തിന്റെ മേൽ ഉണ്ടായിരുന്നത് അത് പുത്രനായ ക്രിസ്തുവിന്റെ മേൽ പകർന്നതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളിലേക്ക് ആ മനസ്സലിവിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ, മറ്റുള്ളവർക്ക് അത് അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവ്, മനസാക്ഷി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മനസാക്ഷി മരവിച്ചു പോയി ഈ കാലഘട്ടത്തിൽ മനസ്സലിവുള്ള ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കണം. ഈ സന്ദേശം കേൾക്കുന്നവരിലേക്ക് കാഠിന്യ ഹൃദയമുള്ള, അല്ലെങ്കിൽ കഠിന മനസ്സുള്ളവരെല്ലാം കർത്താവ് മനസ്സലിവുള്ളവരാക്കി ദൈവം തീർക്കണം. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, കരുതുവാൻ, ദയ കാണിപ്പാൻ അവിടെ ജനത്തെ ബലപ്പെടുത്തുകയാണ്. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.